അതിവേഗം ഓടി പരമാവധി വോട്ടുകൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പീരുമേട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് കുമളി ചക്കുവള്ളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. LDF സ്ഥാനാർത്ഥി K സലീം കുമാർ ആറ്റുചാൽ മുതൽ ഉപ്പുതറ വരെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു. NDA സ്ഥാനാർത്ഥി രതീഷ് വർഗമല വിവിധ സമുദായ സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പുറമെ തോട്ടം മേഖലയിലും പര്യടനം നടത്തി. പീരുമേട് ബ്യൂറോയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കരയുടെ റിപ്പോർട്ട്. എല്ലാ സ്ഥലങ്ങളിലെയും പോലെ തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പീരുമേട്ടിലെ സ്ഥാനാർത്ഥികളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവും പകലും വ്യത്യാസമില്ലാതെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ UDFന്റെ നേതൃത്വത്തിലാകട്ടെ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഇന്ന് കുമളി ചക്കുവള്ളം പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തിയിരിക്കുന്നത്. രാവിലെ ചക്കുവള്ളത്തും ആരംഭിച്ച പര്യടനം ഇന്ന് വൈകിട്ട് കുമളി 1-ാം മൈലിലാണ് സമാപിച്ചത്. വാഹനങ്ങളിലൂടെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലൂടെ സന്ദർശിച്ച പരമാവധി വോട്ടുകൾ നേടിയെന്ന ലക്ഷ്യമാണ് സിറിയക് തോമസ് മുമ്പോട്ട് വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നാളെ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കുള്ള സന്ദർശനമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിലും സിറിയക് തോമസ് സന്ദർശനം നടത്തും. ഇതിനു പുറമെ ഉപ്പുതറയിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച 30-ാം തീയതി ശശി തരൂർ അടക്കമുള്ള പ്രമുഖ നേതാക്കളാണ് സിറിയക് തോമസിന് വേണ്ടി രംഗത്ത് വരുന്നത്. NDA സ്ഥാനാർത്ഥിയാകട്ടെ ഇന്ന് ഉപ്പുതറ മേഖലയിലാണ് കൂടുതലായിട്ടും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റോഡ് ഷോ, അതോടൊപ്പം തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക, തോട്ടം മേഖലയിലെ വോട്ടുകൾ കൂടുതൽ നേടുക എന്നീ ലക്ഷ്യം വെച്ചാണ് NDA സ്ഥാനാർത്ഥി സലീം കുമാർ പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. 20 വർഷം കയ്യിലുണ്ടായിരുന്ന CPയുടെ കയ്യിലുണ്ടായിരുന്ന ഈ മണ്ഡലം വരുന്ന 5 വർഷം കൂടി കൈക്കലാക്കണമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സലീം കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വിവിധ മത മേലധ്യക്ഷന്മാരെ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തി. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഉത്സവങ്ങൾ നടക്കുന്ന അമ്പലങ്ങൾ, മറ്റ് SNDPയുടെ നേതാക്കൾ എന്നിവരെയൊക്കെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ന് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ തോട്ടം മേഖലയിൽ കൂടുതൽ സമയം NDA സ്ഥാനാർത്ഥിയായിരിക്കുന്ന രതീഷ് വർഗമല ചെലവഴിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 സ്ഥാനാർത്ഥികളും അതിവേഗം പരമാവധി വോട്ടർമാരെ കണ്ട് ഏപ്രിൽ 9-ാം തീയതി ആകുമ്പോഴേക്കും പരമാവധി വോട്ടുകൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും തികച്ച ഒരു വിജയപ്രതീക്ഷ തന്നെ പങ്കുവച്ചാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ പ്രവർത്തന സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ രംഗത്ത് വരികയും ചെയ്യും. പരമാവധി പ്രമുഖ നേതാക്കളെയും രംഗത്തിറക്കൊണ്ട് എല്ലാ വോട്ടുകൾ കൈക്കലാക്കിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്.